പുതിയൊരു വർഷത്തിലെ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. ഞാൻ പുതിയൊരു വർഷത്തിലെടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. പഠനങ്ങൾ പറയുന്നത് പുതിയ വർഷത്തിലെടുക്കുന്ന പുതിയ തീരുമാനങ്ങൾ 43% ആളുകളും ആദ്യത്തെ മാസത്തോടെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നുവെന്നാണ്. നമ്മൾ തീരുമാനിക്കുന്ന ഗോളുകളെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ പ്രശസ്തനായ ഓഥറും പോഡ്കാസ്റ്ററും കോച്ചുമായ ജയ് ഷെട്ടി 1431 എന്ന ഒരു മികച്ച ടെക്നിക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിലെ 1 എന്നത് ഈ ഒരു വർഷത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഗോളാണ്. 4 എന്നത് ഈ ഒരു വർഷത്തെ 4 ഘട്ടങ്ങളായി, സീസൺസ് ആയി തിരിച്ച ശേഷം ഇതിലെ ഓരോ ഘട്ടത്തിലും പ്രധാനപ്പെട്ട ആ ഒരു ഗോളിലേക്ക് എത്തുവാനായി എന്ത് മാറ്റം കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നതാണ്. 3 എന്നത് മുൻപ് തീരുമാനിച്ച ഓരോ ഘട്ടത്തെയും 3 മാസത്തിന്റെ കാലയളവായി തീരുമാനിച്ച് ഇതിലെ ഓരോ മാസത്തിലും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നതാണ്. അവസാനമായി 1 എന്നത് ഈ ഓരോ മാസത്തിലെയും ഓരോ ആഴ്ചയിലും വരുത്തേണ്ട ചെറിയ മാറ്റങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഉദാഹരണമായി എന്റെ ഈ വർഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗോൾ എന്നത് 10 കിലോ കുറയ്ക്കുന്നതാണെങ്കിൽ 1431 ടെക്നിക് പ്രകാരം 1 എന്നത് 10 കിലോ ഈ ഒരു വർഷം കുറയ്ക്കുക എന്നതാവും. 2 എന്നത് ഈ വർഷത്തെ 4 ഘട്ടങ്ങളായി തിരിച്ച് ഓരോ ഘട്ടത്തിലെയും എന്റെ തീരുമാനങ്ങളാണ്. 1-ാം ഘട്ടം 10,000 അടി വീതം ഓരോ ദിവസം നടക്കുക. 2-ാം ഘട്ടം 20,000 അടി ഒരു ദിവസം നടക്കുക. 3-ാം ഘട്ടം 30,000 അടി ഒരു ദിവസം എന്നിങ്ങനെ തീരുമാനിക്കാം. 3 എന്നത് ഓരോ ഘട്ടത്തെയും 3 മാസങ്ങളായി തിരിച്ച് അതിലെ ഓരോ മാസത്തിലും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണമായി 10,000 അടി വീതം ദിവസം നടക്കുക എന്ന 3 മാസത്തിലെ ആദ്യത്തെ മാസം നോർമൽ വാക്കിംഗ് വഴി 10,000 അടി വീതം ദിവസവും നടക്കുക. 2-ാമത്തെ മാസം ബ്രിസ്ക് വാക്കിങ്ങിലൂടെ 10,000 അടി വീതം ഓരോ ദിവസം നടക്കുക. 3-ാമത്തെ മാസത്തിൽ റണ്ണിങ്ങിലൂടെ 10,000 അടി വീതം ദിവസവും എന്ന ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുക. 1 എന്നത് ഇങ്ങനെയുള്ള ഓരോ മാസത്തിലെയും ഓരോ ആഴ്ചയിലും ഇത് എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ഉദാഹരണമായി വീക്ക് 1-ലെ ഡേ 1-ൽ കടയിലോട്ട് നടന്നു പോവുക. ഡേ 2 വാക്കിംഗ് ടു ചർച്ച്. അങ്ങനെ 7 ദിവസങ്ങളിലെയും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നത് ഓരോ ചെറിയ വിജയത്തിനും നമ്മളെ തന്നെ അഭിനന്ദിക്കുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ഇത് നമ്മുടെ വലിയ ഗോൾ പൂർത്തീകരിക്കുവാൻ ഒരു പ്രചോദനമാവുകയും ആ ഒരു ജേർണി എൻജോയബിൾ ആക്കുകയും ചെയ്യും.